ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഉദയഗിരിജയ അവരുടെ അനാഥാലയം, ഓൾഡ് ഏജ് ഹോം, അതുമായി ബന്ധപ്പെട്ടുള്ള സോഷ്യൽ മീഡിയയിൽ കിടന്ന് കളിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ യൂട്യൂബ് ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, ഞാൻ ആലോചിക്കുകയായിരുന്നേ, സോഷ്യൽ മീഡിയ മുമ്പൊക്കെ ഇപ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ യൂട്യൂബിൽ ഒരാളുടെ വീഡിയോ കാണുമ്പോൾ, അയാളുടെ ഇൻ്റർവ്യൂ കാണുമ്പോൾ ഒരാളൊന്നിങ്ങനെ സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് അന്നിപ്പോൾ ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വളരെ ഈസിലി അവൈലബിൾ അല്ല ആളുകളുടെ വർത്തമാനങ്ങളും ഇൻഫർമേഷനും. അപ്പോൾ നമ്മൾ ആ വർത്തമാനങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്തിരുന്നു. ഇപ്പോൾ പരസ്പരം ആളുകൾക്ക് റൂമർ പറയാൻ, ഗോസിപ്പ് പറയാൻ, ഗർഭം, അബോർഷൻ, മറ്റവൾക്ക് ഇന്ന റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, രണ്ടുപേരുടെ കൂടെ പോയി, രണ്ടാമത് കല്യാണം, മൂന്നാമത് കല്യാണം, അങ്ങനെ എന്തും പറയാനുള്ള ഒരു 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 സ്ഥലമായിട്ട് യൂട്യൂബ് മാറിയിരുന്നു തോന്നുന്നു. ഇതിപ്പോൾ നമുക്കതിനെ സോഷ്യൽ മീഡിയയുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ ഉണ്ട്. ഒരാളുടെ ജീവിതം കുറച്ചും കൂടി സുഗമമാക്കിയായിരുന്നു, വലിയ രീതിയിൽ സുഗമമാക്കിയായിരുന്നു, എളുപ്പമാക്കി തീർത്തായിരുന്നു സോഷ്യൽ മീഡിയ തോന്നുന്നു. അപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങി, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വീഡിയോസിലൂടെ അത്ര റീച്ചില്ലെങ്കിലും നമ്മുടെ ഒരു ബിസിനസ് അതിലൂടെ വ്യാപിപ്പിക്കുക, അല്ലെങ്കിൽ ലൈവ് ചെയ്യുക ഒക്കെ ചെയ്തിട്ട് ജീവിക്കാൻ പറ്റും. മാസം ഒരു 10,000, 30,000, 50,000 രൂപ വലിയ പ്രശ്നമില്ലാണ്ട് ഇന്നത്തെ ഒരു അവസ്ഥയിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു വിഷയം എന്താ വെച്ചാൽ, മനുഷ്യൻ്റെ പ്രൈവസിയൊക്കെ ആളുകൾ നമ്മൾ വളരെ പേഴ്സണലായിട്ട് വെക്കേണ്ട പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയുന്നു തോന്നുന്നു. അത് പല ഉദ്ദേശം ഉണ്ടായിരിക്കും. റീച്ച് കിട്ടാൻ വേണ്ടി, ലൈം ലൈറ്റിൽ വരാൻ വേണ്ടി, ബിഗ് ബോസ് കയറാൻ വേണ്ടി, ഫാൻസ് ഉണ്ടാക്കാൻ വേണ്ടി, അതൊരു സംഗതിയായിരുന്നു. മുമ്പൊക്കെ പറഞ്ഞ ഒരു ചാനൽ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് വിളിക്കണം, എന്നാലേ പോകാൻ പറ്റുള്ളൂ, ആൾ സെലിബ്രിറ്റി ആയിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ അത്രയും സംഭാവന ചെയ്ത ഒരാളായിരിക്കണം, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇന്ന് അങ്ങനെയല്ല. എല്ലാ ആളുകളും സ്വയം ഇങ്ങനെ മുന്നോട്ട് വന്നിട്ട് അവരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫാമിലി വ്ളോഗുകളുണ്ട്, സയൻസ് ആൻഡ് ടെക് ചാനലുകളുണ്ട്, അല്ലേ, ട്രോള് ചാനലുകളുണ്ട്, റിയാക്ഷൻ ചാനലുകളുണ്ട്, ഒക്കെ ഉണ്ട്, അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഒരു സംഗതി ഞാനിവിടെ പറഞ്ഞു വന്നത്, ആൾക്കാരെക്കുറിച്ച് അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഡിറ്റക്റ്റീവ് പണിയെടുക്കുന്ന രീതിയിലുള്ള ആളുകളും ഉണ്ട്. അതായത് മറ്റേ ആൾ ഇപ്പോൾ ഒരാൾ കാര്യമായി സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ വിചാരിക്കാം. അയാളുടെ പേഴ്സണൽ ലൈഫിലുണ്ടായിരുന്ന അയാളുടെ റിലേഷൻഷിപ്പുകൾ, അയാളുടെ കാമുകി, അയാൾ എത്ര പേരെ കൂടെ പോയി, കല്യാണം എത്ര എണ്ണം കഴിച്ച്, ഒരു കുട്ടികളെ എങ്ങനെ ഉണ്ടായിരുന്നു, അവർ ഏത് മേഖലയിലാണുള്ളത്, ആ മേഖലയിൽ മാതിരി ഉടായ്പകൾ നടന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിറ്റക്റ്റീവ് പണിയിലൂടെ ഇവർക്ക് കിട്ടുന്ന കുറേ ഇൻഫർമേഷൻ ഉണ്ട്. ഇതെങ്ങനെ കിട്ടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വോയിസ് കോൾ ഉണ്ടായിരിക്കും. ആരുടെയാണോ വോയിസ് പുറത്ത് വിടുന്നത് അയാൾക്ക് ഐഡൻറ്റിറ്റി ഒന്നും ഉണ്ടാവില്ല, പേരൊന്നും പറയുന്നുണ്ടാവില്ല, ആ വോയിസ് മാത്രമായിരിക്കും. പലപ്പോഴും ഈ വോയിസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്പീഡ് കൂട്ടിയിട്ടും അതിൻ്റെ AI വെച്ചിട്ട് വേറെ രീതിയിൽ ഉള്ള സൗണ്ടാക്കി മാറ്റിയിട്ടൊക്കെ ആ ഇൻഫർമേഷൻ എങ്ങനെയെങ്കിലും പാസ് ചെയ്യുക എന്നുള്ള സംഗതിയായിരിക്കും. പലപ്പോഴും ആൾക്ക് പേരുണ്ടായിരിക്കില്ല, ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കില്ല, പലതും ജെനുവിൻ ആയിരിക്കും, പലതും ഫേക്ക് ആയിരിക്കും, പലതും നമുക്ക് വിശ്വസിക്കാനും പറ്റില്ല. പക്ഷേ ഈ വോയിസ് ഇൻഫർമേഷൻ ഇങ്ങനെ സ്പ്രെഡാവും. അത് സത്യമാണോ നുണയാണോ, എന്താണ് ഇതിൻ്റെ എത്രത്തോളം ഒതൻറ്റിസിറ്റി അതിനുണ്ട് എന്നൊന്നും പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യില്ല. മറ്റാളിങ്ങനെ പറഞ്ഞു അത് സത്യമാണ്, അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. കുറച്ചുകൂടി എന്താ പറയുക, ഒബ്ജക്റ്റീവായിട്ട് കാര്യങ്ങൾ നോക്കിക്കാണുന്ന ആളുകൾ ചിന്തിക്കുക എന്താ വെച്ചാൽ, ഇതിന് എത്രത്തോളം ഒതൻറ്റിസിറ്റി ഉണ്ട്, എത്രത്തോളം ഒതൻറ്റിക്കാണ്, ഇത് ശരിക്കും ഇതിങ്ങനെയാണോ, എന്തുകൊണ്ടാണ് ഇത്രത്തോളം ഇൻഫർമേഷൻ പാസ് ചെയ്യാമെങ്കിൽ ആളെന്തുകൊണ്ട് പേര് പറയുന്നില്ല എന്നുള്ളതൊക്കെ. അപ്പോൾ പലപ്പോഴും വിചാരിക്കും, ഇങ്ങനെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഐഡൻറ്റിറ്റി പുറത്തായിട്ടുണ്ടെങ്കിൽ ഈ ഇൻഫർമേഷൻ കൊടുത്ത ആളുകളുടെ ലൈഫിനെ ഇത് ബാധിക്കുന്നുണ്ടായിരിക്കും, സോഷ്യൽ മീഡിയ ബുള്ളിങ് ചിലപ്പോൾ സംഭവിക്കുന്നുണ്ടായിരിക്കും. അതേപോലെ ഇത്രയും പവർഫുള്ളായ ആളുകൾക്കെതിരെ, അല്ലെങ്കിൽ ഇത്രയും സെലിബ്രിറ്റി ആയ ഒരാൾക്കെതിരെ ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ അവർക്കെതിരെ അറ്റാക്ക് ഉണ്ടാവുക, അവരുടെ റിലേറ്റീവ്സിനെതിരെ, ഫാമിലി മെമ്പേഴ്സിനെതിരെ, കുട്ടികൾക്കെതിരെ, ഹസ്ബൻഡിനെതിരെയൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായിരിക്കാം, ഒന്ന് പേടിച്ചിട്ടുണ്ടായിരിക്കാം, അങ്ങനെയും ബാധിക്കാം. പക്ഷേ ഞാൻ ആലോചിക്കണത്, ഒരു വോയിസ് ഇങ്ങോട്ട് വരികയാണ്, വോയിസ് വന്നിട്ട് പറയണം മറ്റാളുടെ ലൈഫ് ഇങ്ങനെയായിരുന്നു, അവരെ നാട്ടിൽ വന്ന് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവും അവരുടെ സ്വഭാവം ശരിയല്ല, അങ്ങനെയെന്നൊക്കെ. അപ്പോൾ നമ്മൾ ശരിയാണ്, നമ്മളിങ്ങനെയാണില്ലേ, മോശമാണില്ല, അങ്ങനെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു സംഗതി ആലോചിക്കായിരുന്നു. നിങ്ങളുടെ നാട്ടിൽ വന്നിട്ട് നിങ്ങളെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും നല്ലത് പറയണമെന്നുണ്ടോ? എൻ്റെ സ്വാഭാവികമായിട്ടുള്ളൊരു സംശയമാണ്. ആർക്കെങ്കിലും എന്തായാലും പറയുക, കണ്ണിക്കടിയെന്നോ അങ്ങനെ ഒരു സംഗതിയൊക്കെ ഉണ്ടാവില്ലേ എന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞു തന്ന പോയിന്റ് നിങ്ങൾ അയ്യോ അപ്പോൾ ആളിതാ ഉദ്ദേശിക്കണം അങ്ങനെ വിചാരിക്കണ്ട. ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ അവസാനം വരെ കണ്ടാലേ വലിച്ചാവുള്ളൂ.
മനസ്സിലാവുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മളെക്കുറിച്ച് പോസിറ്റീവായിട്ട് പറയുന്ന ആളുകളുടെ വോയിസുകളും നെഗറ്റീവായി പറയുന്ന ആളുകളുടെ വോയിസുകളും ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഒപ്പിക്കാൻ പറ്റും അല്ലേ, വേണമെങ്കിൽ ഒപ്പിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഒരു അജണ്ട എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൻറ്റൻഷൻ, ഒരു ഉദ്ദേശം എന്താണ് എന്നതിനനുസരിച്ച് നമുക്കിത് നല്ലത് പ്രചരിപ്പിക്കണോ മോശമായത് പ്രചരിപ്പിക്കണോ എന്നുള്ളത് നമുക്ക് വെച്ചിട്ടുള്ള ഒരു കളിയായിരിക്കും അല്ലേ. അപ്പോൾ ഇത് ചിലപ്പോൾ റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ശരിക്കും ഒരു സത്യത്തെ മുന്നോട്ട് കൊണ്ടുവരണമെന്ന് വിചാരിച്ച് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ ഈ സത്യം എന്ന് പറയുന്ന സാധനം, പ്രത്യേകിച്ച് ഈ സത്യാനന്തര കാലഘട്ടത്തിൽ സത്യം എന്ന് പറയുന്നത്, നമ്മൾ പലരും ഇത് ട്രൂത്ത് എന്ന് പറയുന്നത് സബ്ജക്റ്റീവായ ഒന്നാണെന്ന രീതിയിലൊക്കെ എടുക്കാം അല്ലേ. ഒരാൾക്ക് സത്യം എന്ന് പറയുന്നത് വേറൊരാൾക്ക് നുണയായിരിക്കാം, ഒരാൾക്ക് ശരി എന്ന് പറയുന്നത് വേറൊരാൾക്ക് തെറ്റായിരിക്കാം അല്ലേ. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ സത്യമേത് നുണയേത് തെറ്റേത് ശരിയേത് എന്നുള്ളൊരു സംശയം സാധാരണക്കാർക്ക് പലർക്കും ഉണ്ടായിരിക്കാം. സാധാരണക്കാർക്കല്ല, എല്ലാവർക്കും വേണമെങ്കിൽ ഉണ്ടായേക്കാം. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു ഉദയഗിരിജ അവരുടെ ഓർഫനേജ് അനാഥാലയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാഷുകളാണ്. അതായത് ഇപ്പോൾ പുതിയൊരു വോയിസ് വന്നിട്ടുണ്ട് ഷഫീന ബീവിയുടെ യൂട്യൂബ് ചാനലിൽ. ഒരു 10-16 മിനിറ്റിൻ്റെ ഒരു വോയിസ് ക്ലിപ്പാണ്. അതിൽ ഒരു സ്ത്രീ പറയുകയാണ് അവരുടെ നാട്ടിൽ ഇവർക്ക് ഒരു വിലയില്ല, കാര്യമായ വിലയൊന്നുമില്ല. ഇവർക്ക് ഇതിനു മുമ്പ് പലരും റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, ഒരു 19 വയസ്സുകാരനായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവനെ തേച്ചു പോയതാണ്. ഇവർക്ക് ആ പയ്യൻ എന്നിട്ട് സൂയിസൈഡ് ചെയ്തു. വലിയ പ്രക്ഷോഭം പ്രതിഷേധം അവരുടെ നാട്ടിലുണ്ടായി. ഇവരെ അവിടുന്ന് ഓടിക്കണം എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു. ഫ്ലെക്സ് വെച്ചു, ഇവളെ തുരത്തുക എന്നൊക്കെ പറഞ്ഞിട്ട്, അവളുടെ ചേച്ചി അങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ നെഗറ്റീവായ രീതിയിലൊരു സംഗതി. അപ്പോൾ ഇതിൻ്റെ ഒരു ഞാൻ ആലോചിക്കുന്നത് ഇവരിങ്ങനെ ഒരു വോയിസ് ഇടാനുള്ള ഇൻറ്റൻഷൻ എന്താണെന്ന്. അപ്പോൾ അവരൊരു ഉദ്ദേശം പറയുന്നുണ്ട്, വോയിസ് ആരുടെയാണോ എന്ന് പറയപ്പെടുന്നത് അവർ ആ വോയിസിൽ അവർ പറയുന്ന ഒരു സംഗതി, ആ വോയിസിൽ നിന്ന് കേട്ട സംഗതിയായിട്ട് പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത് പല യൂട്യൂബ് ചാനലുകളും ഇവരിങ്ങനെ പൊക്കി പിടിച്ച് കൊണ്ടുവരുന്നത് പറയുന്നുണ്ട്. ഉദയഗിരിജിയുടെ ആദ്യ ഭർത്താവുമായിട്ട് നല്ല സ്നേഹത്തിൽ ഇവർ ജീവിക്കണ സമയത്ത് എന്ത് സംഭവിച്ച് അവർ, അതായത് ഇവരെന്തോ ഈ അനാഥാലയങ്ങളിലേക്ക് ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടി ഓരോ വീടുകളിലൊക്കെ പോകില്ല, അങ്ങനെയുള്ള ജോലി ചെയ്തിരുന്നു. പിന്നെ ഭർത്താവിൻ്റെ കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്ന 2 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വേർത്തനായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അത് ഓട്ടോയിൽ വെച്ചിട്ട് 2 പേര് കണ്ട്, അപ്പോൾ ഭർത്താവിനെ കുത്തിക്കൊന്നു കാമുകൻ എന്നൊക്കെയാണ് പറയുന്നത്. പിന്നീടാണ് 19 വയസ്സുള്ളൊരു ചെങ്ങായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവനെ തേച്ചു പോയി, പിന്നെ വേറെ ആൾക്കാരായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ആ വോയിസിൽ ഞാനാലോചിക്കുന്ന ആൾക്കാർ ഇത് സത്യമാണോ നുണയാണെന്ന് നമുക്കറിയില്ല. എനിക്ക് ഈ ഒരു സംഗതി നാട്ടുകാരിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരാൾ വരുമ്പോൾ ഐഡൻറ്റിറ്റി ഇല്ലാണ്ട് എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് പേരില്ലാണ്ട്, അഡ്രസ്സിൽ സ്വന്തമായിട്ട് പേരില്ലാണ്ട്, മുഖം കാണിക്കാണ്ട് ഒരാൾ വന്ന് ഞാൻ വിശ്വസിക്കില്ല. എനിക്ക് വിശ്വസിക്കാൻ പാടാണ്. കാരണം ആരെക്കുറിച്ച് എന്തും ഇങ്ങനെ പറയാവുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു വോയിസ് മാത്രം വെച്ചിട്ട് നമുക്ക് ഒരാളുടെ ഇത് ആണ്ട് ഒരാളെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും വിധിക്കാൻ പറ്റുമോ? ഭയങ്കര മോശപ്പെട്ട പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നു. അത് സത്യമാണെങ്കിൽ നുണയാണെങ്കിൽ പേര് പറഞ്ഞ്, അല്ലെങ്കിൽ എൻ്റെ ഐഡൻറ്റിറ്റി ഇതാണ് എന്ന് പറഞ്ഞ് ഫേസ് കാണിച്ചിട്ടൊക്കെ ഒരാൾ വരികയാണെങ്കിൽ അതിനുള്ള ധൈര്യം കാണിക്കുക. അത് കുറച്ചുകൂടി അടിപൊളിയായിരിക്കും തോന്നണം. ഞാൻ പറയുന്നതിനോട് പലർക്കും യോജിപ്പുണ്ടാവില്ലായിരിക്കും, പക്ഷേ എൻ്റെ അഭിപ്രായം അങ്ങനെയാണ്. അതേപോലെ തന്നെ ഒരാളെക്കുറിച്ച് ചിലപ്പോൾ വേണമെങ്കിൽ കുറേ സത്യം നുണയൊക്കെ ചേർത്ത് പടച്ചു വിടാൻ പറ്റും ഇല്ലേ ആൾക്കാർക്ക്. ഇവിടെ പറയുന്നൊരു പോയിൻ്റ്. പിന്നെ ഇവരൊരു ഉദ്ദേശം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഒരു വോയിസ് ഇടുന്നത്, ഷഫീന ബീവിയെ എന്തുകൊണ്ടാണ് അവർ വിളിക്കുന്നത്? അവർ പറയുന്നത് യൂട്യൂബ് ചാനലുകളൊക്കെ അവരെ തലയെ കയറ്റി വെക്കണോ ഉള്ളത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ ഇവർക്ക് വിഷമമായി, ഇവരെ കണ്ണ് നിറഞ്ഞു എന്നൊക്കെ പറയുന്നത്. ഇവർ അതിൻ്റെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ ശരിക്കുള്ള സ്വഭാവം എന്താണെന്ന്. അപ്പോൾ ആ കമൻറ്റൊക്കെ മുക്കുമായിരുന്നു യൂട്യൂബ് ചാനൽസ്. അത് ആ യൂട്യൂബ് ചാനലുകൾ എന്താ വെച്ചാൽ നെഗറ്റീവ് കമൻറ്റുകൾ മുക്കുകയാണ്. അങ്ങനൊരു സംഗതിയാണ് അവരെടുത്തറിഞ്ഞു. എന്നിട്ട് അവർ ഷഫീന ബീവിയുടെ നമ്പർ ഇട്ടിപ്പോൾ എക്സൈറ്റഡ് ആയിട്ട് അവരെ വിളിച്ചിട്ടതൊക്കെ പറയുകയാണ്. പിന്നെ അവർ അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ, അവർ നാട്ടിലില്ല, പക്ഷേ അവർ റിലേറ്റീവ്സൊക്കെ നാട്ടിലുണ്ട്. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാവും പേരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പോയിൻ്റാണ് കേട്ടോ. നമ്മൾ സ്വർഗത്തിൽ പറഞ്ഞല്ലോ, അവർ സ്വന്തം പേര് പറയാതിരിക്കാനുള്ള കാരണങ്ങളിലൊന്ന് ഇതാണ്. അപ്പോൾ എൻ്റെ സംശയം, ഇത് വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ളതാണ്. വിശ്വസിക്കണോ വേണ്ടയോ, അതാണ് എൻ്റെ സംശയം. ഓക്കെ. പിന്നെ ഇതിൽ പറയുന്നത് മുഴുവൻ സത്യമാവണമെന്നില്ല അല്ലേ. കുറേയൊക്കെ ഇവർ പറയുന്നുണ്ട് ചെറുപ്പത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് പറഞ്ഞിട്ട്, പിന്നെ ഞങ്ങളന്ന് 10-12 വയസ്സായിരുന്നു എന്ന് ഇവർ പറയുന്നുണ്ട് ആ വോയിസിൽ. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ പറയുന്നത് ഇതെൻ്റെ അമ്മ പറയുന്ന കേട്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞ് കേട്ടതാണ് കേട്ടോ എന്ന്. ആൾക്കാരെക്കുറിച്ച് പലതും അവരുടെ കയ്യിലുള്ളൊരു സാറുപടി വെച്ചിട്ടായിരിക്കും പലപ്പോഴും പറയുന്നുണ്ടായിരിക്കും അല്ലേ. നിങ്ങളൊരു കാര്യം ആലോചിച്ചിട്ടുണ്ട്, ചെറുപ്പത്തിൽ നമ്മളൊരു കളി കളിച്ചായിരുന്നില്ലേ? ഇപ്പോൾ ഒരു നമ്മുടെ സുഹൃത്തുക്കൾ ഒരു 10 സുഹൃത്തുക്കളുണ്ട് വിചാരിക്കുക. ഒരാളുടെ ചെവിയിൽ നമ്മളൊരു കാര്യം പറയും, എന്നിട്ട് ഇയാളിത് അപ്പുറത്ത് ഉള്ള ആളുടെ അടുത്ത് പറയും, എന്നിട്ട് ആൾ മറ്റാളുടെ അടുത്ത് പറയും. അങ്ങനെ പറഞ്ഞ് എന്നിട്ട് ഏറ്റവും അവസാനം ഇത് നമ്മുടെ ചെവിയിൽ കേൾക്കുമ്പോൾ
ഒരു ആദ്യം നമ്മൾ എന്താണോ പറഞ്ഞത് ആ സാധനം ആവണമെന്നില്ല നമ്മൾ ഡെയിലി കേൾക്കുന്നത്, അതേ മാറിയിട്ടുണ്ടാവും. പിന്നെ അതേപോലെ ഒരു കാര്യം അവതരിപ്പിക്കാൻ അതിൻ്റെ ടോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നു. ഞാൻ വളരെ ന്യൂട്രലായിട്ടും ഇതിങ്ങനെയാണ് എന്ന് പറയുന്നതും അങ്ങനെയാണ് കേട്ടോ എന്ന് പറയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ, അങ്ങനെയാണ് അങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ ഇത് കേൾക്കുന്ന ആൾ അവരുടെ ഒരു ഇത് വെച്ചിട്ടായിരിക്കും ഈ സംഗതിനെ വേറെ രീതിയിലൊക്കെ ചിലപ്പോൾ എടുക്കേണ്ടതായിരിക്കും. അപ്പോൾ ഇത് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. പിന്നെ വേറെ കാര്യം, ഇതെന്തായാലും അവരുടെ അനാഥാലയത്തെ കാര്യമായി ബാധിക്കുന്ന, അവരുടെ കരിയറിനെ ബാധിക്കുന്ന, അവരുടെ ഫാമിലിയെ ബാധിക്കുന്ന ഒരു സംഗതിയാവും നല്ല സാധ്യത ഉണ്ട്. പൊതുവെ എന്താ വെച്ചാൽ ഈ കുൽസിതങ്ങളും ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പുകളും ഗർഭം ഇതിനൊക്കെ നല്ല മാർക്കറ്റാണ് യൂട്യൂബിൽ, നല്ല വ്യൂവേഴ്സാണ്. അപ്പോൾ ഗൈസ് എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത്, യൂട്യൂബ് തുറന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ആളുകളുടെ റിലേഷൻഷിപ്പുകളെ കുറിച്ച്, അവരുടെ പാസ്റ്റ് ലൈഫ് ഇങ്ങനെയായിരിക്കും എന്നൊക്കെ. അപ്പോൾ പ്രസൻറ്റ് ലൈഫിൽ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നള്ളിഫൈ ചെയ്യുന്ന രീതിയിൽ, അതായത് ഇപ്പോൾ അവർ എത്ര നന്നായിട്ട് ഗിരിജയുടെ കാര്യമല്ല പറഞ്ഞു, മൊത്തത്തിൽ ആൾക്കാർ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അവരുടെ ചരിത്രം ഒക്കെ അടിപൊളിയായിരിക്കണം, എന്നാലേ ആളുകൾ അംഗീകരിക്കുള്ളൂ എന്നൊരവസ്ഥയിലാണ്. അത് ആളുകളെ നന്നാവാൻ സമ്മതിക്കൂലേ. പണ്ട് അവരങ്ങനെ ചെയ്തു എന്നുള്ളതുകൊണ്ട് എല്ലാ കാലത്തും അവരങ്ങനെയാവണമെന്നുണ്ട്. നമ്മൾ കുറേ സാഹിത്യ സൃഷ്ടികൾ, പുസ്തകങ്ങൾ, സിനിമകളിലൊക്കെ കണ്ടില്ലേ, ഒരു കാലത്ത് കള്ളനും കൊലപാതകയായ ആളുകളൊക്കെ പിന്നീട് സന്യാസിമാരായതെന്നൊക്കെ. നമ്മൾ സാധാരണ രീതിയിൽ പറഞ്ഞ സന്യാസിമാർ ആ ഒരു രീതിയിലല്ല ഉദ്ദേശിക്കണേ, ഒരു ആത്മീയത, നല്ല രീതിയിലുള്ള ഒരു ആത്മീയതേൻ്റെ ഒരു കാര്യത്തില്ല ഉദ്ദേശിക്കണേ. ചില ആളുകളില്ലേ ചെറുപ്പകാലത്ത് വളരെ മോശമായിട്ടൊക്കെ പെരുമാറുകയൊക്കെ ചെയ്തിട്ടുള്ള ആളുകൾ പിന്നീട് വളരെ സന്മാർഗികളായി തീർന്ന ആളുകളൊക്കെ. അപ്പോൾ ഇപ്പോൾ എങ്ങനെ നല്ല രീതിയിൽ ജീവിച്ചിട്ടും കാര്യമില്ല, പണ്ട് ഇവർക്ക് ഇങ്ങനെ ഒരു ഡാർക്ക് സ്റ്റേജ് ആയിരുന്നു, ഡാർക്ക് സ്റ്റേജ് അല്ല, ഡാർക്ക് പാസ്റ്റ് ആയിരുന്നു എന്നുള്ളതുകൊണ്ട് എപ്പോഴും അങ്ങനെ ആവണമെന്നാണ്. അല്ല എന്തായാലും ഞാൻ ഉദയഗിരിജിനെ സപ്പോർട്ട് ചെയ്യുക, അവരെ വിമർശിക്കാനും തയ്യാറില്ല. എൻ്റെ കൺസേൺ ഇതാണ്, ഒരാളെക്കുറിച്ച് ഇവിടെ ഒരു വോയിസ് പ്രത്യക്ഷപ്പെടുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് വന്നു അതിങ്ങനെയാണ്. ഇപ്പോൾ അത് രേണുസുതി ആയിക്കോട്ടെ, ഉദയഗിരിജി ആയിക്കോട്ടെ, ഇനിയിപ്പോൾ എല്ലാവരും ഒരേ തരത്തിലുള്ള ആൾക്കാരാണെന്നല്ല കേട്ടോ, ഞാനായിക്കോട്ടെ, നിങ്ങളായിക്കോട്ടെ, ആരായിക്കോട്ടെ, ഏതെങ്കിലും ഒരു നാട്ടുകാരെന്ന് അവകാശപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ എനിക്കവരറിയാമെന്ന് അവകാശപ്പെട്ടുകൊണ്ട്, കൂടെ പഠിച്ച ആളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു വോയിസ് വരുന്നുണ്ടായിരിക്കാം, നാളെ നിങ്ങളെക്കുറിച്ച് മാവാം. അത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്പ്രെഡാവും. കുറേ ആളുകൾ വിശ്വസിക്കും, കുറച്ച് പേര് വിശ്വസിക്കൂല, കുറേ പേര് വിശ്വസിക്കും, കുറേ പേര് വിശ്വസിക്കൂല, അങ്ങനെ എടുക്കാം അല്ലേ. എന്തായാലും ചർച്ചയാവും, അതിങ്ങനെ പോവും, മനുഷ്യൻ്റെ പ്രൈവസി ഒക്കെ നഷ്ടപ്പെടും. അപ്പോൾ സംഭവം അത്രയേ ഉള്ളൂ, നമ്മൾ ജീവിക്കുന്ന സമയത്ത് എപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പേഴ്സണൽ ലൈഫായിരിക്കണം നമ്മുടേതാണോ? അങ്ങനെ അതെന്താ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സണൽ ലൈഫ്? ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കുറ്റം പറയാനുണ്ടായിരിക്കുമല്ലോ നമ്മുടെ ലൈഫിനെ കുറിച്ചിട്ട്. അങ്ങനെയുള്ളൊരു സമയത്താണ് ഇവിടെ കൊലപാതകം, ആത്മഹത്യ, ഗർഭം എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾക്ക് വലുതായിട്ട് ഉള്ള കുറേ കാര്യങ്ങൾ, നമ്മൾ വലുതായിട്ട് കരുതുന്ന, വളരെ തീവ്രതകളായിട്ട് കരുതുന്ന പല കാര്യങ്ങളായിട്ട് വരുന്നില്ല. എന്തായാലും ഇപ്പോഴത്തെ വിഷയം രേണുസുതിയുടെ ഭർത്താക്കന്മാരെക്കുറിച്ചും അതേപോലെ ഉദയഗിരിജ അവരുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചും എന്തായാലും തേച്ചൊട്ടിക്കാണ് സോഷ്യൽ മീഡിയ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയുക കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ ആലോചിക്കണം, എത്ര പെട്ടെന്നാലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ഇല്ലാണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അനാഥാലയത്തിൻ്റെ മൊത്തത്തിൽ ക്രെഡിബിലിറ്റിനെയും എല്ലാത്തിനെയും ബാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നിയമ സംവിധാനമൊന്നുമില്ലേ? അപ്പോൾ അവരൊക്കെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ നാട്ടിൽ പഞ്ചായത്ത്, അവിടെയുള്ള സംഘടനകൾ, പാർട്ടിക്കാർ, ഇങ്ങനെ കുറേ സംഗതികളുണ്ടാവില്ലേ? അപ്പോൾ ഇവർക്ക് നല്ല ഹോൾഡ് ഉണ്ട് എന്നൊക്കെ പറയണം. എന്നാലും അങ്ങനെ ഒരു അനാഥാലയം പോലുള്ളൊരു പരിപാടിയൊക്കെ അവർക്ക് നടത്താൻ പറ്റും, എനിക്കറിയില്ല കേട്ടോ, എന്താ അവസ്ഥ അറിയില്ല. ഞാൻ എന്തായാലും ഉദയഗിരിജ പറഞ്ഞ അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരോട് പറയേണ്ട ഒരു എന്താ വെച്ചാൽ, ഞങ്ങൾ വിമർശിച്ചുകൊണ്ട് പറയണതല്ല, ഞാൻ അത് കണ്ടപ്പോഴേ ഞാൻ എന്താ ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കണം, ആരെക്കുറിച്ച് ആർക്കും എന്തും പറയാനുള്ള ലെവലിലാണ്. അതുപോലെ മറ്റേ സ്മൃതിനെ കുറിച്ചിട്ട് ജസ്ന സലീം വിളമ്പിയ കുറച്ച് കാര്യങ്ങൾ പറയില്ലേ, അബോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നു എന്നൊക്കെ. ആർക്കും ആരെക്കുറിച്ച് ഇവിടെ എന്തും പറയാമെന്ന് തോന്നുന്നു. ഷഫീന ബീവി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഷഫീന ബീവിയുടെത്തും കൂടി പറയണം. ഷഫീന ബീവിയുടെ വീഡിയോസൊക്കെ പലതും ഞാൻ കാണലുണ്ട്. ഷഫീന ബീവിയുടെ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ധൈര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു ആറ്റിറ്റ്യൂഡാണത്. പക്ഷേ ഷഫീന തങ്ങൾ ഒരാളുടെ ഓഡിയോ എങ്ങനെ ഇടുന്ന സമയത്ത് അയാളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ ധൈര്യമുള്ള ഒരാളായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടി എന്നെപ്പോൾ ഉള്ള സാധുക്കൾ കുറച്ചുകൂടി അത് വിശ്വസിച്ചേനെ. ഇത് എപ്പോഴും എന്താ പറയുക, വിശ്വസിക്കണോ വേണ്ടതെന്നുള്ള സംശയത്തിൽ നമ്മൾ നിൽക്കണം. നമ്മളിത് കേൾക്കണ വോയിസ് അത്രയേ ഉള്ളൂ. പക്ഷേ ഈ ഇൻഫർമേഷൻ എന്താ കാര്യം എന്ന് പറയുക, പെട്ടെന്ന് പാസ് ചെയ്യും. ആർക്കെതിരെയാണ് ഈ ഒരു വോയിസ് വരുന്നത്,
അവരുടെ സ്വഭാവത്തെക്കുറിച്ചും അവരുടെ മേഖലയെ അവരുടെ കരിയറിനെ ഒക്കെ വളരെ നെഗറ്റീവായിട്ട് ഇത് ബാധിക്കുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ ഇതൊക്കെ ആയിരിക്കണം എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഓരോരുത്തരും ഓരോ സംഗതികൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടാവുക. ഇനി ഞാൻ ഉദയഗിരിജനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ട് ഒരുത്തിയും വരണ്ട അങ്ങനെയൊന്നല്ല. ഇതിപ്പോൾ നാളെ ഇപ്പോൾ നിങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു വോയിസ് ക്ലിപ്പ് വരില്ല എന്നാരും കണ്ടിട്ട് പിന്നെ ആരാ നാട്ടിൽ നമ്മളെ കുറിച്ച് നല്ല പറയുന്നത്. ഇപ്പോൾ എൻ്റെ നാട്ടിൽ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് നല്ലത് പറയുന്ന കുറേ ആളുകളുണ്ടാവും, ഇതിനെക്കുറിച്ച് മോശം പറയുന്ന ആളുകളും ഉണ്ടായിരിക്കും. അവൻ ശരിയല്ല, അവൻ്റെ സ്വഭാവം ശരിയല്ല, അവൻ അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, കുറേ ഉള്ളത് പറയും, കുറേ ഇല്ലാത്തത് പറയുന്നുണ്ടായിരിക്കും. പക്ഷേ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആളുകൾ ഉണ്ടായ കാര്യം മാത്രമേ പറയുള്ളൂ. മോശം കാര്യമാണെങ്കിൽ ആൾക്കാർ ഈ അസൂയ ദേഷ്യവും അവരുടേതായ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ നടന്നിട്ടുണ്ടാവില്ല നമ്മുടെ അടുത്തുനിന്ന്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇല്ലാത്തതോ ഉള്ളതോ ഒക്കെ കാര്യങ്ങൾ വെച്ചിട്ട് വിളമ്പുണ്ടായിരിക്കും. പിന്നെ അവർ അവതരിപ്പിക്കുന്ന രീതി എങ്ങനെയാവുന്നൊന്നും പറയാൻ പറ്റില്ല. എന്താ ചെയ്യാല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരവസ്ഥ. അപ്പോൾ എന്തായാലും ഗൈസ്, സോഷ്യൽ മീഡിയ പറയുന്നത് നമ്മുടെ പ്രൈവസി നഷ്ടപ്പെടുന്ന ഒന്നായിട്ട് മാറാനുള്ള നല്ല സാധ്യത ഉണ്ട്. നമ്മുടെ എല്ലാ രീതിയിലും സമാധാനം നഷ്ടപ്പെടുന്ന രീതിയിൽ ഒന്നായിട്ട്. അപ്പോൾ ബി കെയർഫുൾ. സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന സമയത്ത് വല്ലാണ്ട് നമ്മുടെ പേഴ്സണൽ ലൈഫ് ഉണ്ട് കാണിച്ചാൽ നല്ല പണി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ അപ്പോൾ എല്ലാവരും സേഫായി ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.